ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷഹീദ ഷക്കീർ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഇന്ന് ചെറിയൊരു നോമ്പ് തറ ഉണ്ട് എനിക്ക്. എൻ്റെ അമ്മാൻ്റെ വീട്ടിലാണ് നോമ്പ് തറ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. അപ്പോൾ നേരത്തെ തന്നെ പോകാമല്ലോ എന്ന് കരുതി ഇമ്മാൻ്റെ കൂടെയാണ് പോകുന്നത്. ഇമ്മ എന്നെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരാൻ വരാൻ പറഞ്ഞു. ഇമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ ഇമ്മ ഇല്ലാതെ അങ്ങോട്ട് പോകില്ല. ഇമ്മ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഉള്ളൂ അങ്ങോട്ടും പോവുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മളെ പുതപ്പും കാര്യമൊന്നും മടക്കി വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പോയി എന്താ പറയുക, തിരുമ്പാനും കുളിക്കാനൊക്കെ നിന്ന് നമ്മളല്ലാത്ത ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ നിന്നുകൊണ്ട് പിന്നെ വന്ന് റൂമും കാര്യമൊക്കെ റെഡിയാക്കി ഇതായിട്ടോ. നമ്മളെന്താ വെച്ചാൽ എനിക്ക് എങ്ങനെയുള്ളത് വെച്ചാൽ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മളൊരു ഹോസ്പിറ്റലിക്കോ അങ്ങനെ എങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും റൂം വൃത്തിയാക്കിയിട്ടുള്ളൂ ഞാൻ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഭയങ്കര ഇതാണ്, ഒരു തലവേദന ഫീൽ ചെയ്യും, അത്രയും ഇതാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും റൂം വൃത്തിയാക്കിയിട്ടുള്ളൂ പോവാം. അങ്ങനെ അമ്മയൊക്കെ എന്നെ കൊണ്ടുവരാൻ വന്ന്, ഞങ്ങൾ ഓട്ടോറിക്ഷയിലാട്ടോ പോയത്. അപ്പോൾ കൊണ്ടുവരാൻ വന്ന് ഞങ്ങൾ ദമ്മാൻ്റെ വീട്ടിലേക്ക് എത്തി. ഇതാണ് കേട്ടോ, ഈ ഓടിട്ടാണ് ഞങ്ങൾ തറവാട്. ഇതിപ്പോൾ എന്താ പറയുക, ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി വീട്ടിലിറങ്ങുകയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കുട്ടിപ്പാട്ടാളൊക്കെ എത്തി കേട്ടോ. ഇത് അമ്മോൻ്റെ കുട്ടികളും അമ്മോൻ്റെ പേരക്കുട്ടികളും അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. ഉമ്മാൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ ഒരു നൊസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങളെത്തിയപ്പോൾ തന്നെ ഇവിടെ പത്തിരി പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ തോലൊക്കെ തൊലിച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞാമ്മയും അമ്മായിയൊക്കെ പത്തിരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ പത്തിരി പരത്തും. ഞങ്ങളെ വീട്ടിലൊക്കെ പറഞ്ഞാൽ പത്തിരി പ്രസ്സുമ്മയാണ് ചെയ്യുക. ഇവിടെ പരത്തും കേട്ടോ. പിന്നെ ഇതാ സമൂസയ്ക്കും പിന്നെ ചിക്കൻ റോളൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കുള്ള മിക്സുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇമ്മമ്മ സമൂസയ്ക്കുള്ള മിക്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ കുഞ്ഞാമ്മ പരത്തുന്ന വീഡിയോ ഞാൻ കാണിച്ചതാണ്. ഈ ചപ്പാത്തി നമ്മൾ പരത്തുമല്ലോ അങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം അധികം ആൾക്കാരും പ്രസ്സുമ്മേൽ ചെയ്യുക. ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രസ്സുമ്മേട്ട് ചെയ്യുക. ഇവിടെ കുഞ്ഞാമ്മക്ക് ഇങ്ങനെ ചെയ്താലുള്ളൂ ഇഷ്ടമാവുക. പിന്നെ ഇത് എന്താ പറയുക, നോമ്പും കള്ളന്മാരുണ്ടായിരുന്നു, ഓൽക്ക് കുഞ്ഞാമ്മ കഞ്ഞി കോരി കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെ ഞങ്ങൾ എപ്പം അമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും കുഞ്ഞാമ്മ ചെയ്യണം എന്താ കാര്യം വെച്ചാൽ ഒരു വലിയ പാത്രത്തിൽ കുറേ കഞ്ഞെടുത്ത് കണ്ടിട്ട് കൊണ്ടുപോകും. എല്ലാ കുട്ടികളെയും വിളിക്കും. എന്നിട്ട് ഞാൻ കോരിത്തരാ പറഞ്ഞാണ്ട് കുഞ്ഞാമ്മ അങ്ങനെ കോരി കൊടുക്കും കേട്ടോ. കുഞ്ഞാമ്മക്ക് അത് ഇഷ്ടമാണ്. എന്നാൽ എന്താ അസുഖമാണ്. മറ്റേത് കുറേ കുട്ടികളുണ്ടാവും, കുറേ പാത്രത്തിൽ നമുക്ക് എന്താ പറയുക കൂട്ടാനും കഞ്ഞിയൊക്കെ ആകുമ്പോൾ കുറേ പാത്രം മോറാനും ഉണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ എന്താണ്, കുട്ടികൾക്കും അത് ഇഷ്ടമായിക്കാണ്ട് കുടിക്കുകയും ചെയ്യും, മത്സരിച്ച് കുടിക്കുകയും ചെയ്യും. നല്ല രസമാണ്. അപ്പോൾ എപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിലും കുഞ്ഞാമ്മ ചെയ്യണ കാര്യം അതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ മിക്സ് സമൂസക്കുള്ള മിക്സൊക്കെ റെഡിയാക്കിയാണ്. സമൂസ പൊരിക്കൽ തുടങ്ങിയിരിക്കണ് അങ്ങനെയൊക്കെ. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. പെട്ടെന്ന് നമ്മൾ നോമ്പ് വിളിച്ചാൽ പെട്ടെന്ന് എല്ലാം സെറ്റാക്കും. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. പിന്നെ അത് നമ്മൾ ചിക്കൻ റോളും സമൂസയും ഒക്കെ പൊരിച്ച് സെറ്റായി ഇങ്ങനെ ബാങ്ക് വിളിക്കാൻ വേണ്ടി കാത്തിക്കുകയാണ്. എന്നാലേ ലോല നമ്മളെടുത്ത് തിന്നുള്ളൂ. ജ്യൂസ് അതേപോലെ തന്നെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടുകൊണ്ട് റെഡിയാക്കി വെച്ചിരിക്കണം. ഏകദേശം ടൈം ആവട്ടെ എന്നിട്ട് വേണം ജഗ്ഗക്ക് ഒഴിക്കാൻ വരുതി ഇങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ബിരിയാണിക്ക് സൈഡായിട്ട് ബ്രോസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബ്രോസ്റ്റും തന്നെ പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ ബാച്ചായിട്ടാണ് പൊരിക്കണത്. പൊരിച്ചത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ ബാക്കാട്ടോ. നല്ല രസമാണ്. ഞങ്ങൾ എപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഈ തൊടു കൂടിയും അതിൻ്റെ അടിയിൽ പാടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ പാടത്ത് കൂടെ ഒക്കെ പോകും. ഇപ്പോൾ നോമ്പായതുകൊണ്ടും വേനൽക്കാലം ആയതുകൊണ്ടും അത്ര വലിയ രസമില്ല. പക്ഷേ മഴക്കാലമൊക്കെ ആകുമ്പോഴും എന്നാലും ഞങ്ങൾ പോവലുണ്ട്. പക്ഷേ നോമ്പായതുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ അങ്ങോട്ട് പോവുക. ഇത് പിന്നെ അമ്മോന് അടക്കാപ്പയം പറിക്കുക കേട്ടോ. കുട്ടികൾക്ക് അടക്കാപ്പയം വേണം പറഞ്ഞാണ്ട് അങ്ങനെ പറിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ തറവാട്ട് വീട്ടിലാണ് കേട്ടോ. ഇങ്ങനെ വലിയ കുടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ സാധാ അടുപ്പിലാണ് എന്താ പറയുക ചെയ്യുക. അപ്പോൾ അവിടെ ബിരിയാണിക്കുള്ള അരിയൊക്കെ ഇട്ടിക്കണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നോക്കി ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ ലുഡോ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വെറുതെ വീഡിയോ എടുത്താട്ടോ. പിന്നെന്താ അപ്പോൾക്ക് പിന്നെ നമ്മൾ ഏകദേശം ടൈമൊക്കെ ആയിട്ടോ, ബാങ്ക് കൊടുക്കാനുള്ള ടൈമായപ്പോൾക്ക് ടേബിളുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. കുട്ടികൾക്കുള്ളത് മുറ്റത്തും അങ്ങനെയൊക്കെ ഇങ്ങനെ സെറ്റാക്കി. നമ്മളെ നോമ്പാകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ഒപ്പം കഴിക്കണ്ടേ. അപ്പോൾ കുട്ടികൾക്കുള്ളത് ഇവിടെയും സെറ്റാക്കി.
അങ്ങനെ എൻ്റെ ചെറിയൊരു നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.